RC ആണോ KC ആണോ BD ആണോ കേരളം ചോദിക്കാൻ തുടങ്ങിയിട്ട് 8 ദിവസമായി. അങ്ങനെ കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റൂല. തെരഞ്ഞെടുപ്പിന് ഫലം വന്നിട്ടേ ഇതുവരെയും മുഖ്യമന്ത്രി ആയില്ല. പക്ഷേ നമ്മളെ ആ വകുപ്പല്ല, നമ്മളെ കുറച്ച് കാത്തിരിക്കേണ്ടൊക്കെ വരും. നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുമായി പ്രതിപക്ഷ നേതാവുമായി ഭരണവും തുടങ്ങി. കേരളത്തിൽ മാത്രം ഇതാണ് അവസ്ഥ. നമ്മളെയാണല്ലോ മച്ചമ്പി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നെങ്കിലും പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് അണികളും ഘടകകക്ഷികളും. കാത്തിരുന്നു ബ്രേക്കിംഗ് 12 മണിക്ക് പ്രഖ്യാപനം ഡൽഹിയിൽ ഉണ്ടാകാൻ പോകുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന പ്രഖ്യാപനം ഡൽഹിയിൽ 12 മണി. ഇനി കിട്ടാതിരിക്കോടാ, എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും അല്ല, തീരുമാനമൊന്നും പറഞ്ഞില്ല. ആരാണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും ഒപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയും അറിയിച്ചിട്ടുണ്ട്. അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനം എന്ന നിലയിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. ഓരോരുത്തരെയായി അറിയിച്ചു എന്നൊരു സൂചന. KC പുറത്തേക്ക് വരുന്നു. എന്തൊക്കെയായിരുന്നു ഒരു ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. എല്ലാം KC വേണുഗോപാൽ പോയിരിക്കുന്നത് വീട്ടിലേക്കാണ്. നിരാശയോടുകൂടിയാണ് മടക്കം. മിണ്ടില്ല, ഞാൻ പിണക്ക മുളയിലെ നുള്ളിക്കളഞ്ഞില്ലേ, ഇത് ഞാൻ വേറെ ആർക്കെല്ലാം കൊടുത്തോളാം. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ ലീഗിനെ അറിയിച്ചിരിക്കുന്നതും BD തന്നെയാണ് എന്നുള്ളതാണ്. കൊടുക്കാൻ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. ഇവരോട് പറഞ്ഞേക്കല്ലേ, എന്നാ പറയടാ. അവന്റെ തീരുമാനമല്ലേ, അവൻ തന്നെ ഉണ്ടാക്കട്ടെ. പിന്നെ ഞാൻ അലോൺസ് ചെയ്തേക്കല്ലേ. ആ ചാമ്പി കൊടു. That Shri V.D. Satishan be appointed as the leader of this.